ഈമാനുള്ളവർക്കേ അതുണ്ടാവുകയുള്ളൂ. അല്ലാത്തവർക്ക് പുസ്തകങ്ങളിൽ ഒരു പുസ്തകം, അല്ലാത്തവർക്ക് എഴുത്തുകളിൽ ഒരു എഴുത്ത്, വാക്കുകളിൽ ചില വാക്കുകൾ എന്നതിനപ്പുറം അള്ളാഹുവിന്റെ വെളിച്ചം ഉൾക്കൊള്ളാൻ കഴിയുന്നത് സത്യത്തിൽ ഈമാനുള്ളവർക്കാണ്. വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. പടച്ചവനെ നിഷേധിക്കുകയും അല്ലാഹു ഇല്ല എന്ന മനസ്സോടുകൂടെ ഈ ഗ്രന്ഥത്തെ സമീപിക്കുകയും ചെയ്യുന്നവർക്ക് പരാജയമല്ലാതെ മറ്റൊന്നുമല്ല ഉണ്ടാവുക. എന്നാൽ വിശ്വാസികൾക്ക് ഇത് ശമനമാണ്, ഇത് മരുന്നാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു മഹാനവറുടെ കൂടെ 7ഓളം സ്വഹാബിമാർ ഒരു താഴ്വരയിലൂടെ യാത്ര പോകുമ്പോൾ ഹബീബിന്റെ സ്വഹാബിമാർ മഹാനായ ചക്രവർത്തി പെരുമാൾ എന്ന് പറയുന്ന ചേരമാൻ പെരുമാൾ പുണ്യനബിയുടെ അരികത്തേക്ക് വന്നു എന്ന് പറയുന്ന ഹദീസിനെ റിവായത്ത് ചെയ്ത സ്വഹാബിയാണ് അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ യാത്ര പോകുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഓടി വന്ന് പറഞ്ഞു, നിങ്ങൾ മുഹമ്മദ് നബിയുടെ അനുയായികളാണല്ലേ? അതെ. ഇന്ന സയ്യിദൽ ഖൗമി സലീം, ഞങ്ങളുടെ ഗോത്രത്തിന്റെ തലവന് പാമ്പുകടിയേറ്റിട്ടുണ്ട് എന്ന് പറഞ്ഞു. സലീം എന്ന് പറഞ്ഞാൽ പാമ്പുകടിയേറ്റ ആൾക്ക് സലീം എന്ന് പറയാറുണ്ട്. രക്ഷപ്പെട്ടവൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അത് ഓപ്റ്റിമിസം കൊണ്ട് പറയാണ്. പാമ്പുകടിയേറ്റ ആള് സലീമായി രക്ഷപ്പെടൂല, പക്ഷെ ആള് രക്ഷപ്പെടട്ടെ എന്ന ആഗ്രഹം കൊണ്ട് അറബികളിട്ട പേരാണ് പാമ്പുകടിയേറ്റ ആൾക്ക് സലീം എന്ന് പറയുന്നത്. ഇതുപോലെ മരുഭൂമിക്ക് മഫാസ എന്ന് പറയും. മഫാസ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുന്ന സ്ഥലമെന്നാണ്. മരുഭൂമിയുടെ നടുവിൽ ഒരാൾ വിട്ടുപോയാൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് അവർ പറയും ഓപ്പോസിറ്റ് പേര് കൊണ്ട് പേരിട്ടതാണ്. രക്ഷപ്പെടാത്തൊരു സ്ഥലത്തിന് രക്ഷപ്പെടുന്ന സ്ഥലം എന്ന് പറയും. എന്തിന്? അതൊരു ശുഭാപ്തി വിശ്വാസമാണ്. ആരെങ്കിലും പെട്ടുപോയാൽ രക്ഷപ്പെടട്ടെ. വല്ല ഓഫ് റോഡിനും പോയി 4x4 വണ്ടി അങ്ങ് കേടായിപ്പോയി, വല്ല മരുഭൂമി ബാറ്ററിയും മൊബൈലിന്റെ ബാറ്ററി അങ്ങ് തീർന്നാൽ, ഒരു നെറ്റ്വർക്ക് സംവിധാനം വർക്ക് ചെയ്യാതിരുന്നാൽ എവിടെ നിന്ന് രക്ഷപ്പെടാൻ? അള്ളാന്റെ വല്ല സഹായത്തിൽ ഇറങ്ങേണ്ടി വരും. പക്ഷേ ആളുകൾ പറയും അത് മഫാസ, മരുഭൂമിയുടെ പേര് രക്ഷപ്പെടുന്ന സ്ഥലമെന്നാണ്, രക്ഷപ്പെടാത്തതാണ് എന്നതുപോലെ സലീം, ഞങ്ങളുടെ ഗോത്രത്തിന്റെ നേതാവിന് തേളിന്റെയോ പാമ്പിന്റെയോ കടിയേറ്റ് വിഷം ബാധിച്ചു കിടക്കുകയാണ്. ഞങ്ങൾക്കറിയുന്ന മരുന്നുകളൊക്കെ ഞങ്ങൾ പരീക്ഷിച്ചു. ഹൽ ഫീകും മിൻ റാഖ്, നിങ്ങളിൽ ആരെങ്കിലും പരിശുദ്ധ വചനങ്ങളോതി മന്ത്രിച്ചോതി കൊടുക്കാൻ കഴിയുന്നവരുണ്ടോ? ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണ്. അവര് പറഞ്ഞു നഅം, ഞങ്ങളത് ചെയ്യാം. എവിടെയാണ് നിങ്ങളുടെ രോഗി? പക്ഷേ ഞങ്ങൾ യാത്രക്കാരാണ്, ഞങ്ങൾക്ക് യാത്ര നടത്തണം, ഞങ്ങൾക്ക് യാത്രക്ക് ചെലവുണ്ട്. ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഉപകാരം കൊണ്ട് അല്ലാഹു അങ്ങാനും ശിഫ നൽകുകയാണെങ്കിൽ, നിങ്ങളുടെ നേതാവിന്റെ ദേഹത്ത് നിന്ന് വിഷം താഴെ ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾ പാരിതോഷികം വല്ലതും തരണം. അവർ പറഞ്ഞു ഞങ്ങൾ തരാം. ഒരു കൂട്ടം ആടുകൾ തന്നെ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ആ തേളോ പാമ്പോ കടിച്ച മനുഷ്യന്റെ തലയിൽ കൈവച്ചുകൊണ്ട് ഓതിക്കൊടുത്തു 7 പ്രാവശ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. 7 തവണ ആ മനുഷ്യന്റെ തലയിൽ കൈവച്ച് ഊതിക്കൊടുത്തു അബൂ സഈദ് അൽ ഖുദ്രി തങ്ങൾ മന്ത്രിച്ചൂതി കൊടുത്തു വിശുദ്ധ ഖുർആൻ. ബോധം കെട്ടുപോയൊരു മനുഷ്യൻ ബോധം തെളിഞ്ഞ് എഴുന്നേൽക്കുന്ന പോലെ ആ മനുഷ്യൻ എഴുന്നേറ്റിരുന്നു. അദ്ദേഹത്തിന്റെ വിഷമിറങ്ങി എന്ന് പറയുന്നത് ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അതിന്റെ റാവിയാണ് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു. ഒരു കൂട്ടം ആടുകൾ അവർ കൊടുത്തുവല്ലോ. മഹാന്മാരായ സ്വഹാബിമാർ പറഞ്ഞു, അബൂ സഈദേ,
ഈ ആടുകളെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമ്മുടെ ഹബീബിനോട് ചോദിച്ചിട്ട് പോരെയോ? അതുകൊണ്ട് ഈ ആടുകളെ പാല് കറക്കുകയോ മാംസത്തിന് ഉപയോഗിക്കുകയോ ചെയ്യണ്ട, നമ്മൾ ഒന്ന് കാത്തിരിക്കുക, ഹബീബിന്റെ അരികം വരെ എത്തട്ടെ, പുണ്യ നബിയോടൊന്ന് പറയാം. അങ്ങനെ മദീനയിലെത്തി ഹബീബായ നബി തങ്ങളോട് അവർ പറഞ്ഞു, നബിയേ ഇങ്ങനെ സംഭവിച്ചു നബിയേ, ഞങ്ങൾ അവർക്ക് മന്ത്രിച്ചൂതി കൊടുത്തു, 7 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതി കൊടുത്തതേ ഉള്ളൂ, അയാളുടെ വിഷം നീങ്ങി. തങ്ങൾ ചോദിച്ചു, അബൂ സഈദേ, ഇത് തന്നെയാണ് മന്ത്രിച്ചൂതി കൊടുക്കുന്ന ഇബാദത്ത് എന്ന് പറയുന്ന ആ പുണ്യമായ കർമ്മമാണ് നിങ്ങൾ ചെയ്തത് എന്ന് നിങ്ങൾക്കറിയില്ലയോ? അതിനവർ നിങ്ങൾക്ക് തരുന്ന വേതനം, നിങ്ങൾക്ക് തന്ന സമ്മാനം നിങ്ങൾക്ക് സ്വീകരിക്കാം. എനിക്കും ഒരു ഓഹരി നിങ്ങൾ അതിന് തന്നോളൂ എന്ന് പുണ്യ നബി തങ്ങൾ അവർക്ക് ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടി എനിക്കും ഒരു ഓഹരി നിങ്ങൾക്ക് തരാമെന്ന് ഹബീബായ നബി തങ്ങൾ അവരോട് പറഞ്ഞു എന്ന് പറയുന്നത് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസാണ്. ഈ ഖുർആൻ ശിഫയാണ്, ഈ ഖുർആൻ ശിഫയാണ്, ശിഫയാൻ ലിൽ മുഅ്മിനീൻ. ഹൃദയങ്ങളിൽ ആർക്ക് ഈമാനുണ്ടോ ആ ഈമാനുള്ളവർക്ക് ശിഫയാണ് ഖുർആൻ. വറഹ്മ, ഇത് കരുണയാണ്, ഇത് റഹ്മത്താണ്, ഇത് റഹ്മത്താണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിയായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച രാവിൽ സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ കഹ്ഫ് ഓതിക്കൊണ്ടിരിക്കുമ്പോഴേ ആകാശത്ത് നിന്ന് എന്തോ ഒന്ന് കണ്ട് തന്റെ ഒരു റൂമിൽ, അന്നത്തെ വീടുകൾ ഒരു റൂം, കിടന്നുറങ്ങാൻ തൊട്ടടുത്ത് അവരുടെ കുതിരകളെ ആടുകളെ കെട്ടിയിടാൻ സ്റ്റേബിളാണ് ഒരു റൂം അവരുടെ കിച്ചനാണ്, ബെഡ്റൂമാണ്, ലിവിംഗ് റൂമാണ്. അബൂ സഈദ് മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹുവിന്റെ കുതിര മഹാനവറുകൾ സൂറത്തുൽ കഹ്ഫ് മനോഹരമായി ഓതിക്കൊണ്ടിരിക്കുമ്പോഴേ ആ കുതിരയുടെ കാലിട്ടടിച്ചത് ആകാശത്തേക്ക് കണ്ണുയർത്തി എന്തൊക്കെയോ ശബ്ദിക്കുന്നത് കണ്ടപ്പോഴേ ഓത്ത് നിർത്തിയിട്ട് പുറത്തേക്ക് വന്നു നോക്കുമ്പോ ആകാശലോകത്ത് നിന്ന് ഒരു മേഘം താഴേക്കിറങ്ങി വന്നു. 100 കണക്കിന് വിളക്കുകൾ, മെഴുകുതിരികൾ കത്തിച്ചു വെച്ച പോലെ മനോഹരമായ മേഘക്കൂട്ടങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണ്. ഖിറാത്ത് നിർത്തിയപ്പോഴേ ആ മേഘം മേലോട്ട് തന്നെ കയറിപ്പോകുന്നത് ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു കണ്ടു. വീണ്ടും ഖുർആൻ ഓതി തുടങ്ങി. അല്പനേരം കഴിഞ്ഞപ്പോഴേക്കും കുതിര ഇത് കണ്ടുകൊണ്ട് ചാടുകയാണ്. ഇപ്പുറത്ത് നിന്നും പിഞ്ചു മോന് കിടക്കുന്നുണ്ട്. ആ മോനെ ചവിട്ടുമോ എന്ന് പേടിച്ച് ഓത്ത് നിർത്തിവെച്ച് പുറത്തു വന്ന് കുതിര നോക്കുന്നിടത്തേക്ക് നോക്കുമ്പോൾ ആകാശലോകത്ത് നിന്ന് മനോഹരമായ മേഘപടലങ്ങൾ താഴേക്ക് വിളക്കുകളാൽ അലങ്കൃതമായി ഇറങ്ങി വന്നത് കണ്ടു. വീണ്ടും അത് മേലോട്ടുയർന്നു. നേരെ പോയി സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, ലോകത്തിന്റെ ഗുരുവിന്റെ മുമ്പിലേക്ക് ആരാണോ ഈ വിശുദ്ധ ഗ്രന്ഥം ലോകത്തിന് സമ്മാനിച്ചത് ആ ഹബീബായ തങ്ങളുടെ അരികത്തെ കൂടി ചെന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ലോകത്തിന്റെ ഗുരുവേ, അല്ലാഹുവിന്റെ ദൂതരേ, ഞാൻ ഇങ്ങനെ കണ്ടു നബിയെ, എന്താണ് അതിന്റെ പൊരുൾ, എന്തായിരിക്കും ഞാൻ ആ കണ്ടത്? പുണ്യനബി പറഞ്ഞു, ഉസൈദ് ഇബ്നു ഹുദൈറേ, تلك السكينة نزلت لتلاوتك لقراءتك, നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതിയത് കാരണം ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വന്ന സമാധാനമായിരുന്നു അത്. മാലാഖമാരുടെ റഹ്മത്തിന്റെ വർഷമായിരുന്നു അത്. നിങ്ങളെങ്ങാനും നിങ്ങളുടെ പാരായണം നിർത്തിവെക്കാതെ നേരം പുലർന്ന് സൂര്യൻ ഉദിക്കുവോളം നിങ്ങൾ ഓതിയിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ കണ്ണുകൊണ്ട് തന്നെ ഈ മേഘപടലങ്ങളാൽ, മേഘങ്ങൾ ദീപാലങ്കൃതമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈ സക്കീനത്തും സമാധാനവും റഹ്മത്തും ജനങ്ങൾക്ക് കാണാൻ കഴിയുമായിരുന്നു. എന്തേ നിങ്ങൾ ഓത്ത് നിർത്തിവെച്ചത് എന്ന് ചോദിച്ചു. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹുവിനോട് ചില അനുഭവങ്ങളെ പുണ്യ നബിയുടെ കാലത്തും അതിനുശേഷവും അല്ലാഹു നൽകുന്നത് നമുക്കൊക്കെ ബോധിക്കാൻ വേണ്ടിയാണ്. അത്ഭുതങ്ങൾ കണ്ടുകൊണ്ടല്ല ഇസ്ലാം വളരുന്നത്.
നമ്മൾ അത്ഭുതങ്ങളല്ല വിശ്വസിക്കുന്നത്, ശുദ്ധ ഖുർആനും തിരുനബിയുടെ സുന്നത്തും. അതാണ് നമ്മുടെ പ്രമാണം. ആ പ്രമാണങ്ങളെ ശരിവെക്കുന്ന അത്ഭുതങ്ങൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി. വലാകിൻ ലിയത്മഇന്ന ഖൽബി, ഇബ്രാഹിം നബി ചോദിച്ച പോലെ, അല്ലാഹുവേ കൈഫ തുഹയിൽ മൗതാ, എങ്ങനെയാണ് മരിച്ചവരെ നീ ജീവിപ്പിക്കുന്നത് എന്ന് എനിക്കൊന്ന് കാണിച്ചു തരുമോ? ഖാല വലം തുഅ്മിൻ, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഖാല ബലാ, ഉണ്ട് റബ്ബേ, വലാകിൻ ലിയത്മഇന്ന ഖൽബി, ജീവനില്ലാതെ ചേതനയേറ്റ് കിടക്കുന്ന മാംസകഷ്ണങ്ങൾക്ക് അല്ലാഹുവേ നീ ജീവൻ കൊടുക്കുന്നത് കാണുമ്പോ എന്റെ മനസ്സിനൊരു സമാധാനവും ഒരു സായുജ്യവും അടയാനാണ്. അതുകൊണ്ട് അല്ലാഹുവേ എനിക്കത് കാണിച്ചു തരുമോ എന്ന് ചോദിച്ച ആ ഒരു ദലാലത്ത് ചോദിച്ചത് ഹൃദയത്തിന് സമാധാനം കിട്ടാൻ. അങ്ങനെ ഒരു സമാധാനം കിട്ടാനാണ് ഖുർആനിനെ ചൊല്ലിയുള്ള അത്ഭുതങ്ങൾ. ഇതുപോലെയുള്ള സംഭവങ്ങൾ തിരുമേനിയുടെ കാലഘട്ടത്തിലും അതിനുശേഷവും അല്ലാഹു നമ്മുടെ കണ്ണുകൾ കാണിച്ചു തരുന്നത്. ഇത് ശിഫയാണ്, ഇത് റഹ്മത്താണ്, ഇത് മുഅ്മിനീങ്ങൾക്ക് വിജയമാണ് എന്ന് അല്ലാഹു ഊതിത്തരുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. എത്രയോ ആളുകൾക്ക് ദീനിലേക്ക് കടന്നു വരാൻ വഴിവിളക്കായി മാറിയതാണിത്. فمن الله علينا ووقانا عذاب السموم. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പുണ്യ നബി തങ്ങളോടുകൂടെ 9 വർഷം ജീവിച്ച മഹദിയാണത്. 18 വയസ്സ് പ്രായമാകുമ്പോൾ ഹബീബായ നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞ വിധവയായ നമ്മുടെ ഉമ്മയാണ് بنت الصديق المبرأة من فوق 7 سماوات. أمنا أم المؤمنين عائشة الصديقة رضي الله عنها. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് അന്നത്തെ ചില അന്നത്തെ ചില കപടവിശ്വാസികളായ ആളുകൾ പറഞ്ഞു പരത്തിയുണ്ടാക്കിയ ഒരു കെട്ടുകഥ. ആ കെട്ടുകഥ നുണയാണ്, അത് കെട്ടുകഥയാണ് എന്ന് അല്ലാഹു തെളിയിച്ചത് സൂറത്തുൻ നൂറിലെ 11ഓളം ആയത്തുകൾ ഇറക്കിക്കൊണ്ടാണ്. ആയിഷ ബീവി പറയുമായിരുന്നു, എന്റെ വിഷയം അത്രമേൽ ഗൗരവമുള്ളതാണെന്ന് പോലും എനിക്ക് തോന്നിയിരുന്നില്ല. ലോകാവസാനം വരെ ഓതുന്നവർക്ക് ഞാൻ നിരപരാധിയാണ് എന്ന് ബോധ്യപ്പെടാനുള്ള ആയത്തുകളായി എന്റെ വിഷയത്തിൽ അല്ലാഹു സൂറത്തുൻ നൂറിൽ ആയത്തുകൾ ഇറക്കുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ നമ്മുടെ ഉമ്മയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. പുണ്യ നബി തങ്ങളെ കുറിച്ച് താബിഈങ്ങൾ വന്ന് ചോദിച്ചു, ആയിഷ ബീവി, ഹബീബിനെ കുറിച്ച് ഞങ്ങൾ ഒരുപാട് കേട്ടു. ആ ഹബീബിന്റെ ജീവിതം എങ്ങനെയാണെന്ന് ഒരു രത്നച്ചുരുക്കം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയുമോ? അതിരുകളില്ലാത്ത വാക്കുകളിൽ, അനർഘനീയമായ വിവരണങ്ങളിൽ, അണമുറിയാത്ത ജലപ്രവാഹം പോലെ ഹബീബിന്റെ ജീവിതത്തെ വിശദീകരിക്കാൻ കഴിഞ്ഞ ചരിത്ര പണ്ഡിതന്മാരുണ്ട്. ആയിഷ ബീവി ഞങ്ങൾക്ക് ഒന്ന് ചുരുക്കി പറയുമോ? വളരെ ഷോർട്ട് ആൻഡ് പ്രിസൈസ്. എന്തായിരുന്നു ഹബീബിന്റെ ജീവിതം? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന പണ്ഡിത കൊടുത്ത മറുപടിയുണ്ട്. പുണ്യ നബിയുടെ ജീവിതം കാന ഖുലുഖുഹു അൽ ഖുർആൻ, വിശുദ്ധ ഖുർആനായിരുന്നു. അവിടുത്തെ ജീവിതം ഖുർആനായിരുന്നു. കാന ഫീ ഖിദ്മതി അഹ്ലിഹി, പുണ്യ നബി തങ്ങൾ വീട്ടുകാരികളായ വീട്ടുകാര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുന്നവരായിരുന്നു നബി തങ്ങൾ. വീട്ടുവേല ചെയ്യും. കാന യഖ്നിസുൽ അർള, പുണ്യ നബി വീട് അടിച്ചു വാരിയിട്ടുണ്ട് എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. നബി തങ്ങൾ ചൂലെടുത്ത് വീടടിച്ചു വാരിയിട്ടുണ്ട്. വയഹ്ലിബുഷാഹ്, പുണ്യ നബി ഞങ്ങൾ എടുത്ത ആടിനെ കറന്നിട്ടുണ്ട്, മിൽക്ക് ചെയ്തിട്ടുണ്ട്. പുണ്യ നബി ഞങ്ങൾ പാല് കറന്നിട്ടുണ്ട് ആടിന്റെ.
വയഖ്ശിഫു നഅലഹു, അവിടുത്തെ ചെരുപ്പ് കേടുവന്നത് പുണ്യനബി തങ്ങൾ നന്നാക്കിയിട്ടുണ്ട്. വയഖീതു സൗബഹു, പുണ്യനബി തങ്ങൾ കീറിപ്പോയ ഹബീബിന്റെ വസ്ത്രം സൂചിയും നൂലുമെടുത്ത് നബി തങ്ങൾ തുന്നിയിട്ടുണ്ട്. ഞങ്ങളോട് തമാശ പറയുമായിരുന്നു ഞങ്ങളുടെ വീടുകളിൽ വരുമ്പോ. എന്നാൽ വഇദാ ഹളറത്തിസ് സ്വലാഹ്, പള്ളിയുടെ മുനാരത്തിൽ നിന്ന് ബിലാൽ എന്നവരുടെ വാങ്കുളി ഉയരുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വിഷയങ്ങളിൽ ഏറ്റവും വലിയ വിഷയം ലോകരക്ഷിതാവിന്റെ വിഷയമാണ്, സൃഷ്ടാവിന്റെ വിഷയമാണ് അക്ബറായത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഹയ്യ അലസ് സ്വലാഹ്, നിസ്കാരത്തിലേക്ക് വരണേ, ഹയ്യ അലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരണേ എന്ന് വാങ്കുലി കേട്ടാൽ ഖറജ മിൻ ബൈനിനാ, വീട്ടിൽ ഞങ്ങളോടൊപ്പം തമാശ പറയുന്ന നബിതങ്ങൾ ഞങ്ങൾക്കിടയിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. കഅന്നഹു ലം യഅരിഫ്നാ വലം നഅരിഫുഹു, നബിക്ക് ഞങ്ങളെയോ ഞങ്ങൾക്ക് നബിയെയോ അറിയില്ലാത്ത പോലെ, ഒരു പരിചയവുമില്ലാത്ത പോലെ നിസ്കാരത്തിലേക്ക് നബി ഞങ്ങൾ ഓടിയെടുക്കും. അവിടുന്ന് പറയുമായിരുന്നു, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകുമുത് ത്വയ്ബു വന്നിസാ, നിങ്ങളുടെ ഈ ദുന്യാവിൽ എനിക്കിഷ്ടപ്പെട്ട രണ്ടെണ്ണമുണ്ട്. ഒന്നെന്റെ കുടുംബിനികൾ, എന്റെ ഭാര്യമാർ. പിന്നെ പറഞ്ഞു വത്വീബ്, സുഗന്ധം എനിക്കിഷ്ടമാണ്, സുഗന്ധം എനിക്കിഷ്ടമാണ്, എന്റെ ഭാര്യമാരെ എനിക്കിഷ്ടമാണ്. എന്നാൽ വജുഇലത് ഖുർറതു ഐനി ഫിസ്സലാഹ്, എന്റെ കണ്ണിന്റെ കുളിർമ, എന്റെ ആനന്ദം ഞാൻ ആസ്വദിക്കുന്നത് ഞാൻ അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി നിൽക്കുമ്പോഴാണ്. നിസ്കാരമാണ് എന്റെ ആനന്ദം, നിസ്കാരമാണ് എന്റെ കൺകുളിർമ, നിസ്കാരമാണ് ഞാൻ ആസ്വദിക്കുന്നത്. എന്നാൽ എനിക്ക് സുഗന്ധം ഇഷ്ടമാണ്, എന്റെ ഭാര്യമാരെ ഇഷ്ടമാണ്. എന്നാൽ അതിൻ്റെയൊക്കെ അപ്പുറത്താണ് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന എന്റെ നിസ്കാരം. ഇത് പഠിപ്പിച്ച നബിയാണ്, അവിടുത്തെ ജീവിതമാണ്. അൽ ഖുർആൻ കാന ഖുലുഖുൽ ഖുർആൻ. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹാഫിളാണ്. സ്വഹാബിമാർ 90% സ്വഹാബിമാരും ഹാഫിളുകളായിരുന്നുവെന്നാണ്. 90% ഹാഫിളുകളാണ് സ്വഹാബത്തിന്റെ ഹബീബായ നബിയുടെ സ്വഹാബിമാർ. ഹാഫിള് അല്ലാത്തവർ വളരെ ചുരുക്കമാണ്. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട്, ഞാനൊരു രാത്രി മദീന പള്ളിയിലേക്ക് കയറി ചെന്നപ്പോൾ ലോകത്തിന്റെ ഗുരു അവിടെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കണം, ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആനന്ദം പ്രാർത്ഥനയിലാണ് എന്ന് പഠിപ്പിച്ചവരാണ് നമ്മുടെ പ്രവാചകര്. മദ്യപാനവും ലഹരിയും ഇന്നത്തെ രാത്രി ഏത് മതവിഭാഗത്തിന്റെ ആഘോഷത്തിന്റെ പേരിലാണോ എന്തോ ആകട്ടെ, മദ്യപാനവും ലഹരിയും കൊണ്ട് നമ്മുടെ നിയമപാലകർക്ക് തലവേദനയുണ്ടാക്കുന്ന അനുഭവങ്ങൾ എത്രയാണ് ഉണ്ടാകാറുള്ളത്? എത്രയാണ്? കുട്ടികൾ വിചാരിക്കുന്നത് ലഹരി അടിച്ചാൽ അത് ആനന്ദമാണെന്നാണ്, കള്ളുകുടിച്ചാൽ അത് ആനന്ദമെന്നാണ്. മദ്യപാനവും ലഹരിയും അവിടെയാണ് ആനന്ദം, മ്യൂസിക്കും ഡാൻസും ഇതിലാണ് ആനന്ദം എന്ന് വിചാരിക്കുന്നവരോട് ലോകത്തിന്റെ ഗുരുവിനൊന്ന് പറയാനുണ്ട്, നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ വിനയാന്യുതരായി അംഗസ്നാനം വരുത്തി ഖിബിലയിലേക്ക് തിരിഞ്ഞു നിന്ന്, അല്ലാഹുവേ നീ ഏറ്റവും വലിയവനാണ്, നിന്റെ വിഷയങ്ങളിൽ ഏറ്റവും വലുതാണ്, അല്ലാഹു അക്ബർ എന്ന് ചൊല്ലി പ്രാർത്ഥനയിൽ കഴിയുന്ന ഒരു മനുഷ്യന്റെ മനസ്സിന് കിട്ടുന്ന ആനന്ദം പോലെ ഒരാനന്ദമുണ്ടോ മനുഷ്യന്? ഒരാനന്ദമുണ്ടോ മനുഷ്യന്? എത്ര വലിയ ആനന്ദമാണത്! മദീന പള്ളിക്കന്ന് വിളക്കുകളില്ല, കരണ്ടില്ല, ജനറേറ്ററുകളില്ല, ബാറ്ററി ഇല്ല. ആ മസ്ജിദിന്റെ ഉള്ളകം ഇരുട്ടാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന വളരെ ഉയരം കുറഞ്ഞ, ഹൈറ്റ് ഇല്ലാതിരുന്ന, തീരെ തടിയില്ലാതിരുന്ന, എന്നാൽ ജബൽ ഉഹദിനേക്കാൾ ഭാരമാണ് നാളെ ഇബ്നു മസ്ഊദ് എന്നവരുടെ കാലുകൾക്ക് ഭാരമാണ്. അതദ്ഹഖൂന മിൻ ഖിഫത്തി സാഖി ഫവല്ലാഹി ലഹുമാ അസ്ഖലു ഫിൽ മീസാൻ മിൻ ജബൽ ഉഹദ് എന്ന് പുണ്യനബി പറഞ്ഞ മഹാനാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ മഹാനവറുകളും പാതിരാത്രി
ഉറങ്ങാൻ പറ്റുമായിരുന്ന രാവ്. പുണ്യനബി തങ്ങൾക്ക് ആയിഷ ബീവിയുണ്ട്, അവിടെ ഹഫ്സ ബീവിയുണ്ട്, അവിടുത്തെ ഭാര്യമാരുണ്ട്. പക്ഷേ രാത്രികാലങ്ങളിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുമായിരുന്നു. പുണ്യനബി മദീന പള്ളിയിൽ നിസ്കരിക്കുന്നത് കാണുന്നു. അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആലിമാണ്, ആലിമുൻ മിൻ ഉലമാഇ സ്വഹാബ, സ്വഹാബികളിലെ ആലിമാണ് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാൻ പറയട്ടെ, ഞാൻ പിറകിൽ ചെന്നു നിന്നു. നബിയുടെ കൂടെ ഒരു നിസ്കാരമാവട്ടെ, പുണ്യനബി ഒറ്റക്കാണ് നിസ്കരിക്കുന്നത്, ഞാൻ പള്ളിയിൽ നിന്ന് ബാക്കിൽ പോയി നിന്നു ഹബീബിന്റെ പിറകിൽ. ഫഫ്തതഹൽ ബഖറ, പുണ്യനബി സൂറത്തുൽ ബഖറ അങ്ങ് തുടങ്ങി. ഞാൻ വിചാരിച്ചു 100 ആയത്ത് കഴിഞ്ഞാൽ നബി റുകൂഇലേക്ക് പോകും. പക്ഷേ പോയില്ല. ഹബീബ് തുടർന്നു. 200 ആയത്താകുമ്പോൾ ഞാൻ വിചാരിച്ചു നബി നിർത്തും, റുകൂഇലേക്ക് പോകും. പോയില്ല. 200 ആയത്ത് കഴിഞ്ഞും 280 ആയത്തുകളുള്ള സൂറത്തുൽ ബഖറ പൂർത്തിയായപ്പോൾ വിചാരിച്ചു ഹബീബ് റുകൂഇലേക്ക് പോകും. സൂറത്തുൽ ബഖറ കഴിഞ്ഞല്ലോ. ഫഫ്തതഹ ആല ഇംറാൻ, പുണ്യനബി സൂറത്തു ആല ഇംറാൻ ആരംഭിച്ചു. പിന്നെ സൂറത്തുൻ നിസാ ഓതി, പിന്നെ മാഇദ ഓതി. ഫളനന്തു ബിസൂ, എന്റെ മനസ്സിൽ ഒരു മോശപ്പെട്ട ചിന്ത വന്നു എന്ന് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് എന്നവർ കഥ പറയുമ്പോ ഇവിടുത്തെ അനുയായികൾ ചോദിച്ചു, എന്തേ ഞങ്ങളുടെ ഗുരുനാഥരെ നിങ്ങൾക്ക് തോന്നിയത്? എന്തേ നിങ്ങൾക്ക് തോന്നിയത്? ഒന്നുമല്ല, ഞാൻ ഹബീബിന്റെ കൂടെ മഅ്മൂമായി നിൽക്കുകയല്ലേ. ആ മഅ്മൂം എന്ന പദവിയിൽ നിന്ന് ഞാനൊന്ന് താഴെ ഇറങ്ങി ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് നിസ്കരിച്ച് തീർത്താലോ എന്ന് എന്നെ കൊണ്ടാകുന്നില്ല. 4 ദീർഘമാരിയ സൂറകൾ പുണ്യനബി ഓതിയിട്ട് ഇശാ കഴിഞ്ഞ് ഒരൽപ്പനേരം കഴിഞ്ഞ് തുടങ്ങിയ നിസ്കാരം സുബ്ഹിയോടടുത്ത് അവസാനിച്ച 2 റക്അത്തുകളെ കുറിച്ച് അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് എന്നിവരെ പറയാ, ആ ഓതി എത്രയോ അതിനോളം വരുന്ന റുകൂഅ് നബി തങ്ങൾ ചെയ്തു, അതിനോളം വരുന്ന സുജൂദും അവിടുന്ന് ചെയ്തിട്ടുണ്ട്. മണിക്കൂറുകൾ 6-7 മണിക്കൂറുകൾ നീണ്ട ഒരു നിസ്കാരം ഞാൻ ഹബീബിന്റെ കൂടെ നിസ്കരിച്ചപ്പോൾ എനിക്ക് തോന്നിപ്പോയി ഇത് വേണ്ടായിരുന്നുവെന്ന്. ഞാൻ ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ മതിയായിരുന്നു, ഞാൻ ഇമാമയോടുകൂടെ എന്ന നിയ്യത്തങ്ങ് മുറിച്ചിട്ട് ഒറ്റയ്ക്ക് നിസ്കരിച്ചാലോ നീ ഇരുന്നാലോ എന്നെനിക്ക് തോന്നുമാർ പുണ്യനബി ഈ വിശുദ്ധ വചനം മനോഹരമായി ഓതിയ ഒരു നിസ്കാരം എന്റെ ജീവിതത്തിൽ അനുഭവമാണ് എന്ന് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അത് ആനന്ദമറിയുമ്പോൾ അങ്ങനെയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ചോദിച്ചു, ഉസ്മാൻ അഫ്ഫാൻ എന്നവരുടെ മറുപടിയുണ്ട്. മഹാൻ പറയുമായിരുന്നു, വല്ലാഹി ലൗ സഫത് ഖുലൂബുകും, നിങ്ങളുടെ ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ മാ സഇംതും മിൻ കലാമില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആൻ ഓതാൻ നിങ്ങൾക്ക് മടി വരില്ലായിരുന്നു. ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ, ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ. ഞാൻ ഓർക്കുകയാണ്, ഇവിടെ അടുത്ത് മരണപ്പെട്ട മുജീബുർ റഹ്മാൻ സാഹിബ് അബ്ദുള്ള ഹാജി അവർ പറയായിരുന്നു, മസ്ജിദിൽ വന്നാൽ നിസ്കരിച്ച് നിസ്കാരം കഴിഞ്ഞ് എപ്പോഴും ഖുർആൻ ഓതിയിട്ടേ പോവുള്ളായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടില്ല, കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയിലില്ല. പക്ഷേ അബുദാബിയിലെ ഖുർആൻ ക്ലാസ് ഇപ്പോൾ എല്ലാ വ്യാഴാഴ്ചയും നടക്കാറുണ്ട്. ആ ക്ലാസ്സിലൊക്കെ ഒരു 10-15 വർഷത്തോളമായി അദ്ദേഹം സ്ഥിരം വന്നിരുന്ന ഒരാൾ വ്യാഴാഴ്ചത്തെ ക്ലാസ്സിലേക്ക് വരുന്ന വഴിക്ക് സെൻറ്ററിൻ്റെ അടുത്തെത്തുമ്പോഴാണ് അറ്റാക്കായിട്ട് വീഴുന്നത്. മരണപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു, പക്ഷെ അദ്ദേഹം ആ സമയത്ത് മരണപ്പെട്ടില്ല. വീണ്ടും ഒരാഴ്ചയോളം ഏകദേശം ഹോസ്പിറ്റലിൽ കിടന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് വഫാത്തായി. അദ്ദേഹം നിങ്ങളുടെ നാട്ടുകാരനാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അതിന് തൊട്ട് മുമ്പാണ് മരിച്ചത്. വാപ്പ 1 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. അല്ലാഹുവേ, കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ റബ്ബേ. ആ മരിച്ചുപോയ വാപ്പക്ക്, അവരാണെങ്കിലോ ആ മരണപ്പെട്ട മുജീബുർ റഹ്മാൻ നമ്മുടെ ഹാജിയാരുടെ അമ്മാവന്റെ മകൻ കൂടിയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കണേ റബ്ബേ. നിന്റെ ഖുർആൻ ഓതിയിരുന്നൊരു നല്ല മനുഷ്യനാണ്. എപ്പോഴും ദീനിനെ, അറിവിനെ, ഇൽമിനെ സ്നേഹിച്ചിരുന്ന, ദീനിന്റെ അനുഭാവിയായിരുന്നൊരു ഒരു യുവാവാണ്. അല്ലാഹുവേ, നീ മഗ്ഫിറത്ത് നൽകണേ റബ്ബേ. അദ്ദേഹത്തിന്റെ മരിച്ചുപോയ ജ്യേഷ്ഠനും അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ ഉപ്പാക്കും നീ മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ.
അവിടെ ജീവിച്ചിരിക്കുന്ന ഉമ്മ, മറ്റു ബന്ധുക്കൾ, അള്ളാഹുവർക്കൊക്കെ നീ ദീർഘായുസ്സും ആഫിയത്തും മനസ്സിന് കരുത്തും ക്ഷമയും യഖീനും നൽകണേ റബ്ബേ. അവരുടെ 2 പെൺകുട്ടികൾ, അള്ളാഹുവർക്കൊക്കെ അള്ളാഹുവെ നീ ഉന്നത വിജയവും ജീവിത സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. ആ പിതാവിൻ്റെ വിയോഗത്തിന് പകരം അള്ളാഹുവെ നീ തുണയാകണേ തമ്പുരാനെ. നിങ്ങളുടെ നാട്ടുകാരനാണ് എന്നതുകൊണ്ട് തന്നെ ഈ സദസ്സിൽ വെച്ച് അദ്ദേഹത്തെ പ്രത്യേകം നമ്മൾ ഓർക്കുകയാണ്. അദ്ദേഹം മരണപ്പെട്ടത് അബുദാബിയിലായിരുന്നു. ഈ കഴിഞ്ഞ മാസമാണ്. അള്ളാഹുവെ നീ മഗ്ഫിറത്ത് ചെയ്യണേ തമ്പുരാനെ. ശുദ്ധ ഖുർആൻ നിങ്ങളുടെ മനസ്സിന് ശുദ്ധിയുണ്ടായിരുന്നുവെങ്കിൽ ഖുർആൻ നിങ്ങൾക്ക് മടുക്കില്ലായിരുന്നുവെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുമ. നിങ്ങളുടെ ഹൃദയം ശുദ്ധമായിരുന്നുവെങ്കിൽ മാ സഇംതും മിൻ കലാമില്ലാഹ്, അള്ളാഹുവിൻ്റെ വചനം നമുക്ക് മടുക്കരുത്. ഇതാ നമ്മുടെ മുസ്ഹഫുകൾ നമ്മുടെ വീടുകളിൽ പൊടി പുരണ്ട് കിടക്കാതെ നമ്മുടെ കൈകളിൽ എടുത്തു വെച്ച് നാളെ നമുക്ക് ശഫാഅത്തിന് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ റബ്ബേ എന്നെ കയ്യിൽ പിടിച്ച് ഓതിയ കൈകളാണിത്, നീ ശിക്ഷിക്കരുതേ. എന്നെ നോക്കിയ കണ്ണുകളാണിത്, എന്നെ കേട്ട കാതുകളാണിത്, എന്നെ പഠിക്കാൻ വന്ന മുതഅല്ലിമീങ്ങളെ ഹാഫിളുകളെ സഹായിച്ചൊരു മനുഷ്യനാണിത് റബ്ബേ എന്ന് പറഞ്ഞ് ഖുർആൻ സാക്ഷി പറയുന്ന ആ ഒരു നാളിൽ അല്ലാഹുവേ ഞങ്ങളെ നീ നിന്റെ ഖുർആനിന്റെ ഹുജ്ജത്ത് കൊണ്ട് രക്ഷപ്പെടുത്തേണമേ തമ്പുരാനെ. നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിലേക്ക് വരാം. അൽ മുബറഅത്ത് മിൻ ഫൗഖി സബ്ഇ സമാവാത്ത്. ഉർവത്ത് ബിൻ സുബൈർ എന്നവർ പറയുന്നുണ്ട്, അസ്മാ ബീവിയുടെ മകൻ ഉർവത്ത് ബിൻ സുബൈർ റഹ്മത്തുള്ളാഹി തആല അലൈഹി താബിഇയായ മഹാൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവരുടെ സഹോദരൻ അസ്മാ ബീവിയുടെ മോൻ ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തെയാണ് അസ്മാ ബീവി. ആയിഷ ബീവിയും അസ്മാ ബീവി 2 ഉമ്മാക്ക് ജനിച്ച പെങ്ങന്മാർ സഹോദരിമാരാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഉമ്മ എന്ന് വിളിച്ചിരുന്നവരാണ് ഉർവതങ്ങളും അവരുടെ സഹോദരൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ എന്നവരും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് കയറാതെ ഞാൻ അങ്ങാടിയിലേക്ക് പോകാറില്ലായിരുന്നു എന്ന് പറഞ്ഞ ഉർവതങ്ങൾ ഒരു അനുഭവം പറയുന്നു. ഞാനൊരു ദിവസം ദുഹാ നിസ്കാരം കഴിഞ്ഞ് എൻ്റെ ഇളാമയെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മുസല്ല വിരിച്ച് നിന്ന് നിസ്കരിക്കുകയാണ്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹുവേ നീ ഞങ്ങളോട് വലിയ ഔദാര്യം ചെയ്തുവല്ലോ റബ്ബേ, നരകത്തിന്റെ ശിക്ഷ നീ ഞങ്ങൾ കേൾക്കാതെ ഞങ്ങളെ കാത്തു രക്ഷിച്ചുവല്ലോ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ ഓതി ഉമ്മ ഇങ്ങനെ കരയുന്നത് ഞങ്ങൾ കണ്ടു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 18 വയസ്സാണ് ഹബീബ് വഫാത്താകുമ്പോ. ബീവി അതും കഴിഞ്ഞ് വീണ്ടും ഒരു 40 വർഷത്തിലേറെ ജീവിച്ചിട്ടുണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഏകദേശം 60 വയസ്സാകുമ്പോഴാ ബീവി ലോകത്തോട് വിട പറയുന്നത്. ആ കാലഘട്ടത്തിനിടക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇൽമ പഠിച്ചു പോയ പണ്ഡിതന്മാരായ സ്വഹാബിമാർ ഒരുപാടുണ്ട്. അനന്തരാവകാശ നിയമം ചോദിച്ചു വന്നാൽ ആയിഷ ബീവിയുടെയാണ് ഫത്വ. തഫ്സീർ ചോദിച്ചാൽ ബീവിയാണ് പറയുന്നത്. ഹദീസ് ചോദിച്ചാൽ ബീവിയുടെ അടുത്ത് മറുപടിയുണ്ട്. അറബികളുടെ കവിതകൾ ചോദിച്ചാൽ ഷഅറുകൾക്ക് മറുപടിയുണ്ട്. അറബികളുടെ അൻസാബുകൾ, തറവാട്, വാപ്പമാരുടെ തറവാടിന്റെ പേര് ചോദിക്കുമ്പോ തറവാട് പേര് ചൊല്ലി പറയാൻ കഴിയുന്ന 100 കണക്കിന് കബീലകളുടെ തറവാടിന്റെ ആ ഒരു സീക്വൻസ് അറിയുന്ന മഹദിയാണ് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. മെഡിസിൻ അറിഞ്ഞിരുന്ന മഹദിയാണ്. തിബ്ബ് ഉർവതങ്ങൾ ചോദിക്കുന്നുണ്ട്, ഉമ്മ ഇവിടെ ഉമ്മയായിട്ടല്ല, ഇളാമ്മയാണ്, ഉമ്മയുടെ അനിയത്തിയാണ്, എന്നാലും ഉമ്മ എന്നാണ് വിളിക്കുക. ഉർവതങ്ങൾ ഉമ്മ. ഖുർആൻ നിങ്ങൾ ഓതുന്നതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നില്ല, ഹദീസ് പറയുന്നതിൽ അത്ഭുതം തോന്നുന്നില്ല. കവിതകൾ 4000-ഓളം വരികളുള്ള കവിതകൾ ഒരു ഇരുപ്പിൽ ചൊല്ലിയ മനപ്പാഠമുണ്ടായിരുന്ന അത്യപൂർവമായ മെമ്മറി ഉണ്ടായിരുന്ന മഹദിയാണത്. എനിക്കതിലൊന്നും അത്ഭുതമില്ല ഉമ്മ. എവിടുന്നാണ് നിങ്ങൾ മെഡിസിൻ പഠിച്ചത്? നിങ്ങൾ എവിടെന്നാണ് തിബ്ബ് പഠിച്ചത്? എവിടുന്നാ മെഡിസിൻ പഠിച്ചത്? അതെനിക്ക് അത്ഭുതമുണ്ട് എന്ന് ചോദിച്ചപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനെ ചികിത്സിക്കാൻ വന്ന ഡോക്ടർമാരുടെ കഥ പറയുന്നുണ്ട്. അറേബ്യയിലെ വിശ്വകരന്മാരുടെ ദിമാദ് ബിൻ സഅലബയുടെ കഥ പറയുന്നുണ്ട്. അവരൊക്കെ വന്ന് നബി തങ്ങളെ ചികിത്സിച്ചവരാണ്.
ആ ആളുകളിൽ നിന്ന് കണ്ട പ്രിസ്ക്രിപ്ഷൻ പഠിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മരുന്ന് കുറിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആയിഷ ബീവി അന്നത്തെ ഒരു ഫിസിഷ്യനാണ്, അന്നത്തെ ഒരു ഡോക്ടറാണ്, അന്നത്തെ ഒരു ചികിത്സ ചെയ്തിരുന്ന മഹദിയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എവിടെ നിന്നാണ് മെഡിസിൻ പഠിച്ചത്? ഇതെല്ലാം പഠിച്ചെടുത്തത് ഹബീബായ നബി തങ്ങളിലേക്ക് വിവാഹം ചെയ്യപ്പെട്ടതിന് ശേഷമുള്ള കാലഘട്ടം. അതുകൊണ്ടാണ് പഠിക്കട്ടെ, പഠിത്തം കഴിഞ്ഞ് ജോലി കിട്ടട്ടെ, അതും കഴിഞ്ഞ് സെറ്റിലാവട്ടെ, എന്നിട്ട് മതി വിവാഹം എന്ന് പറയുന്ന പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, സഹോദരിമാരെ, പെൺമക്കളെ, നിങ്ങൾ അല്ലാഹു അനുവദിച്ച പുണ്യമായ ശ്രേഷ്ഠമാക്കിയ ഒരു കർമ്മത്തെ നിസ്സാരമായ എക്സ്ക്യൂസുകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെറുതെ ഡിലേ ചെയ്തു കളയരുത്. ജീവിതത്തിന്റെ ഒരു സൗഭാഗ്യം നഷ്ടപ്പെടും. അള്ളാഹു അനുവദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത നിക്കാഹ് ഇപ്പൊ വേണ്ട, ഈ വർഷം വേണ്ട, കോഴ്സ് കഴിയട്ടെ, അത് കഴിഞ്ഞ് PG കഴിയട്ടെ, പഠിച്ചോളൂ. ആയിഷ ബീവി പഠിച്ചത് മുഴുവനും കല്യാണം കഴിച്ചതിന് ശേഷം തന്നെയാണ്. അതൊരിക്കലും പഠനത്തിന് എതിരായി വരരുത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മെഡിസിൻ അറിഞ്ഞിരുന്ന മഹദിയാണ്. ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും വിശുദ്ധമായ ഖുർആൻ നിന്ന നിൽപ്പിൽ നിന്നുകൊണ്ട് ഓതുകയും കരയുകയും ചെയ്തിരുന്ന ഉമ്മയാണ് നമ്മുടെ ഉമ്മ. ഹബീബിന്റെ ഭാര്യമാരൊക്കെയും നമ്മുടെ ഉമ്മമാരാണ്. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. നബി തങ്ങളുടെ അവിടുത്തെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി നിന്ന നിൽപ്പിൽ നിന്നുകൊണ്ടാണ് കരയുന്നത്. ഉർവതങ്ങൾ പറയുന്നു, എന്താണ് എൻ്റെ ഉമ്മ കരയുന്നത് എന്ന് എനിക്കറിഞ്ഞില്ല. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. അല്ലാഹുവേ, നീ തന്ന കരുണ കൊണ്ടല്ലയോ സിറാത്ത് പാലം കടന്ന് നരകം തൊടാതെ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഞങ്ങൾ എത്തിയത് എന്ന് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വിശ്വാസികൾ പറയുന്നൊരു വാക്കാണത്. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. നാളെ രക്ഷപ്പെടുമോ, നാളെ രക്ഷപ്പെടുമോ, നാളെ രക്ഷപ്പെടുമോ എന്ന ഭീതിയിൽ നിസ്കാരത്തിൽ നിന്നുകൊണ്ട് കരയുകയാണ് നമ്മുടെ ഉമ്മ. എൻ്റെ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, വിദ്യാർത്ഥിനികളെ, എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സിനുള്ളിലേക്ക് അങ്ങനെ ഒരു ചിന്ത വരാറുണ്ടോ? നാളെ ഞാൻ രക്ഷപ്പെടുമോ? അള്ളാഹുവിന്റെ മുമ്പിൽ എക്സാം പാസ്സാകുമോ? നമുക്ക് വലിയ ടെൻഷനാണ്. എക്സാം പാസ്സാവാൻ ദുആ ചെയ്യാറുണ്ട് നമ്മള്. മക്കളൊക്കെ ജയിക്കണം, നന്നായി പഠിക്കണം, ഉയരണം, ഉന്നതങ്ങളിലേക്ക് എത്തണം. എന്നാൽ അതിനേക്കാളും വലിയ ഒരു പരീക്ഷയെ നേരിടാൻ പോകുന്നവരാണ് നമ്മൾ. ആ പരീക്ഷയിൽ ജയിക്കുമോ ഇല്ലയോ എന്ന പേടി നമുക്ക് വേണം. അത് ജീവിതത്തിന്റെ അനിവാര്യതയാണ്. നാളെ മുന്നേറാനുള്ള കരുത്ത് കിട്ടുന്നത് ആ ഒരു പേടിയിൽ നിന്നാണ്. അവിടെയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നിന്ന് നിൽപ്പിൽ നിന്നുകൊണ്ട് കരയുകയാണ്. ഇതേ ആയത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നു. ഉർവതങ്ങൾ പറയുന്നു, ഞാൻ ഒരുപാട് നേരം അവിടെ കാത്തിരുന്നു. പിന്നെ ഞാൻ നിന്ന് മടുത്തപ്പോ ഞാൻ വിചാരിച്ചു ഒന്ന് അങ്ങാടി വരെ പോയിട്ട് തിരിച്ചു വരാം. മദീനയുടെ അങ്ങാടിയിലേക്ക് പോയി ഞാൻ ഏതാനും സമയം ചെലവഴിച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോൾ എൻ്റെ ഉമ്മയായ ആയിഷ ബീവി അവിടെ തന്നെ നിന്നുകൊണ്ട് ഇതേ ആയത്തോതി കരയുന്നത് ഞാൻ കണ്ടു. ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ്സമൂം. ഇത് പറഞ്ഞിങ്ങനെ തേങ്ങുകയാണ്, തേങ്ങി കരയുന്ന മണിക്കൂറുകളെടുത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരായത്തും ഓതിയിട്ട് മഹദി റളിയല്ലാഹു അൻഹ കരഞ്ഞത് ഞാൻ ഓർക്കുന്നു എന്ന് ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. എന്തിനാ നമ്മൾ പറയുന്നത്? 1 മണിക്കൂറോ 2 മണിക്കൂറോ നിന്ന് നിസ്കരിക്കലെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ഓതുന്ന നേരങ്ങളിൽ ഒന്ന് ഹൃദയം കൊണ്ട് തൊടാറുണ്ടോ അല്ലാഹുവിന്റെ വചനത്തെ? നമ്മൾ നിസ്കരിക്കുമ്പോൾ ഖൽബ് കൊണ്ടൊന്ന് തൊടാറുണ്ടോ അല്ലാഹുവിന്റെ വചനങ്ങളെ? നമ്മുടെ നാവ് കൊണ്ട് ഇങ്ങനെ ഉരുവിടുമ്പോൾ അല്ലാഹുവിന്റെ മാലാഖ, വിശുദ്ധരായ മാലാഖ ജിബ്രീൽ അലൈഹിസ്സലാം നസ്സലഹു അലാ ഖൽബിക്, അങ്ങയുടെ ഹൃദയത്തിലേക്ക് നബിയെ ഇറക്കിത്തന്ന വിശുദ്ധ മാലാഖയാണ്, റൂഹുൽ ഖുദ്സാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. ആ വിശുദ്ധ മലക്കിന്റെ വാസിത്തയോടുകൂടെയാണ് അള്ളാഹുവിൽ നിന്ന് ഈ വചനം ഹബീബിലേക്ക് ലഭിക്കുന്നത്. അത്രമേൽ പുണ്യമായ അള്ളാഹുവിന്റെ വചനമാണ് ഞാൻ ഓതുന്നത്. റബ്ബേ,
ഇതെനിക്ക് ശിഫയാണ്. എൻ്റെ ശരീരത്തിന്, എൻ്റെ ചിന്തകൾക്ക്, എൻ്റെ മനസ്സിന്, എൻ്റെ ആലോചനകൾക്ക് ഇത് ശിഫയാണ്, ഇത് റഹ്മത്താണ്. എനിക്ക് എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കളിൽ, എൻ്റെ കച്ചവടത്തിൽ, എൻ്റെ യാത്രയിൽ, നാട്ടിലിരിക്കുമ്പോൾ എൻ്റെ പഠനത്തിന്, എൻ്റെ കോഴ്സിന്, എൻ്റെ ജോലിക്ക് എല്ലാം ഇത് റഹ്മത്താണെന്നൊരു ബോധ്യത്തോടുകൂടെ ഒരു പേജെങ്കിലും ഒരു ദിവസം എടുത്തു നോക്കാൻ, ഊതി നോക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. അല്ലാഹുവിൻ്റെ കലാം മഹ്ജൂറാ. തിരിഞ്ഞു നോക്കാതെ എൻ്റെ ആളുകൾ ഖുർആനെ മാറ്റിവെച്ചു റബ്ബേ എന്ന് അല്ലാഹുവിനോട് വഖാല റസൂൽ, പുണ്യനബി റബ്ബിനോട് പറയുന്നൊരു നേരമുണ്ട്. ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. എൻ്റെ ആളുകൾ ഈ ഖുർആൻ മാറ്റിവെച്ചു റബ്ബേ. അവർ വാട്സപ്പുകൾ വായിക്കാറുണ്ടായിരുന്നു. ഗ്രൂപ്പ് മുഴുവനും കയറിയിട്ട് ഉത്തരം പറയും, കേൾക്കും, അത് വായിക്കും. ഫേസ്ബുക്ക് ഒന്ന് വായിക്കും, അത് തീർന്നാൽ ഇൻസ്റ്റഗ്രാമും തുറക്കും, അത് കഴിഞ്ഞാൽ പിന്നെ ട്വിറ്ററും തുറക്കും. ഇങ്ങനെ മാറി മാറി അവനവന്റെ ജീവിതവുമായി, ഭൗതികതയുമായി മാത്രം ബന്ധപ്പെട്ടത് നൂറുകണക്കിന് വരികൾ വായിക്കുമ്പോഴും ഒരു വരി പോലും റബ്ബേ നിന്റെ കലാം. എത്രയോ ഖുർആൻ ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്, എത്രയോ ആപ്പുകളുണ്ട്, എത്രയോ ഔറാദുകളുടെ ദിക്റുകളുടെ ആപ്പുകളുണ്ട്. ഔറാദ് വൽ മനാഖിബ് എന്ന് പറഞ്ഞ് നമുക്ക് ഹജ്ജാദ് റാത്തീബ് അടക്കമുള്ള ഖുർആനിന്റെ അത്യാവശ്യമായി നമ്മൾ ഓതുന്ന സൂറത്തുകള്, അദ്കാറുകള്, മൗലിദുകള്, റാത്തീബുകള് എല്ലാം കിട്ടുന്ന ആപ്പ് ഔറാദ് വൽ മനാഖിബ്. എത്രയൊക്കെ സൗകര്യങ്ങളുണ്ട് മുഅ്മിനീങ്ങളെ നമ്മുടെ ഈ കാലത്ത്, എത്രയൊക്കെ സൗകര്യങ്ങളുണ്ട്. ഔറാദ് വൽ മനാഖിബ് ഒന്ന് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് ആവശ്യമായതെല്ലാം, അത് ഖുർആനും ദിക്റും സ്വലാത്തും ദുആയും മൗലിദും ബൈത്തുകളും റത്തീബും മജ്ലിസുന്നൂറും എല്ലാം കിട്ടുന്ന ആപ്പുകൾ. ഒരു പുതിയൊരു ന്യൂ ആപ്പ് ഞാൻ ശ്രദ്ധിച്ചു, അൽ മുൻജിയ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ്. നമ്മുടെ മലയാളിയായ ഒരു ഉസ്താദ് ഇപ്പടുത്തത് അദ്ദേഹം ലോഞ്ച് ചെയ്ത അൽ മുൻജിയ. വളരെ മനോഹരമായ ഖുർആനും നമുക്ക് ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട ദുആകളും അർത്ഥങ്ങളും ഒക്കെ വളരെ മനോഹരമായി പ്രയർ ടൈമിംഗ് അടക്കം അദ്കാറുകളും ഔറാദുകളും ഈ പറഞ്ഞ സീറകളും ഖസീദകളും ബൈത്തുകളും സ്വലാത്തും ദുആയൊക്കെ ഉള്ള അൽ മുൻജിയ ഒന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആൻഡ്രോയിഡിലും ആപ്പിളിലൊക്കെ കിട്ടുന്നത്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ടായിട്ട് ഖുർആൻ പ്രോയുണ്ട്, അൽ ഖുർആനുണ്ട്, ഖുർആൻ മജീദ് ഉണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഖുർആന്റെ ചെറിയൊരു ആപ്പ് ഉണ്ട്, അദ്നാൻ ആപ്പ് എന്ന് പറയും. അദ്നാൻ, ADNAN, അദ്നാൻ. ഫ്രീ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ജുസു അമ്മയും ജുസു തബാറക്കയും കുട്ടികൾക്ക് ഒരുപാട് തവണ കേട്ടുകൊണ്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റും. അദ്നാൻ ആപ്പ്, അതുപോലെ ഖുർആൻ മജീദ് ആപ്പ്, ഇതൊക്കെ ഫ്രീ ആപ്പുകളാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ടായിട്ട് ലോകത്തെ എല്ലാ സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നു നോക്കും. പത്രങ്ങളും TV ന്യൂസും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറ. We abandoned Quran. ഖുർആനെ നമ്മൾ അങ്ങ് മാറ്റി നിർത്തി കളഞ്ഞല്ലേ എന്ന് പുണ്യനബി പറയുമ്പോൾ നമ്മൾ ആലോചിക്കണേ, നാണിച്ചു പോകില്ലേ നമ്മൾ? അതുകൊണ്ട് മുഅ്മിനേ, ഈ സദസ്സ് വിശുദ്ധ ഖുർആനെ ഓർമ്മിപ്പിക്കാനുള്ള സദസ്സാണ്.